ബംഗ്ലാദേശ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഇന്ത്യൻ ടീം പോകുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയായിരിക്കും നയിക്കുക. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചടങ്ങിൽ പങ്കെടുക്കും. ഫെബ്രുവരി 17 ധാക്കയിൽ നടക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാൻ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബംഗ്ലാദേശ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ജനങ്ങൾ തമ്മിലുള്ള ആഴമേറിയതും നിലനിൽക്കുന്നതുമായ സൗഹൃദത്തെ അടിവരയിടുന്നതാണ് ഈ സുപ്രധാന പരിപാടിയിലെ സ്പീക്കറുടെ പങ്കാളിത്തം. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ ഉറച്ച പ്രതിബദ്ധത ഇത് വീണ്ടും ഉറപ്പിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു, പങ്കിട്ട ചരിത്രം, സംസ്കാരം, പരസ്പര ബഹുമാനം എന്നിവയാൽ ഐക്യപ്പെട്ട അയൽക്കാർ എന്ന നിലയിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിലേക്കുള്ള ബംഗ്ലാദേശിന്റെ മാറ്റത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളും ജനങ്ങളിൽ നിന്നും വലിയ ഭൂരിപക്ഷം നേടി. ബംഗ്ലാദേശിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ദേശീയ പാർലമെന്റിന്റെ സൗത്ത് പ്ലാസയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ പ്രാതിനിധ്യം. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ 13 രാജ്യങ്ങളിലെ നേതാക്കളെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ക്ഷണിച്ചതായി പ്രോതോം അലോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നയതന്ത്ര വൃത്തങ്ങൾ പ്രകാരം ഇതുവരെ ക്ഷണിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈന, സൗദി അറേബ്യ, തുർക്കി, ഇന്ത്യ, പാകിസ്ഥാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, മലേഷ്യ, ബ്രൂണൈ, ശ്രീലങ്ക, നേപ്പാൾ, മാൽദീവ്സ്, ഭൂട്ടാൻ എന്നിവ ഉൾപ്പെടുന്നുവെന്നും പ്രോതോം അലോ റിപ്പോർട്ട് ചെയ്തു. ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുമെന്ന് BNP നേതാവ് ANM എഹ്സാനുൾ റോക്ക് മിലാൻ ശനിയാഴ്ച പ്രത്യാശ പ്രകടിപ്പിച്ചു. എല്ലാവർക്കും സുഹൃത്തുക്കൾ, ആർക്കും ദ്രോഹമില്ല എന്ന പാർട്ടിയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദേശ നയ ദർശനത്തെ അദ്ദേഹം അടിവരയിട്ടു. അതേസമയം ഈ മാസം ആദ്യം ബംഗ്ലാദേശിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേടിയ വൻ വിജയത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിനന്ദന സന്ദേശത്തിന് BNP നന്ദി പറയുകയും ചെയ്തു. എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദിയുടെ സന്ദേശത്തിനും നേതൃത്വത്തോടുള്ള അംഗീകാരത്തിനും BNP നന്ദി പ്രകടിപ്പിച്ചു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, വളരെ നന്ദി. ദേശീയ തെരഞ്ഞെടുപ്പിൽ BNPയുടെ നിർണായക വിജയം ഉറപ്പാക്കുന്നതിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തോടുള്ള നിങ്ങളുടെ ദയാപൂർവമായ അംഗീകാരത്തിന് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങൾ ഞങ്ങളുടെ നേതൃത്വത്തിലും ജനാധിപത്യ പ്രക്രിയയിലും അർപ്പിച്ച വിശ്വാസത്തെയും ആത്മവിശ്വാസത്തെയും ഈ ഫലം പ്രതിഫലിപ്പിക്കുന്നു. ജനാധിപത്യ ഭരണത്തോടും ദേശീയ വികസനത്തോടുമുള്ള പ്രതിബദ്ധത പാർട്ടി കൂടുതൽ അടിവരയിട്ടു. ബംഗ്ലാദേശ് എല്ലാ പൗരന്മാർക്കും ജനാധിപത്യ മൂല്യങ്ങൾ, ഉൾക്കൊള്ളൽ, പുരോഗമന, വികസനം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഉഭയകക്ഷി ബന്ധങ്ങളുടെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ ന്യൂഡൽഹിയുമായി അടുത്ത് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം BNP പ്രകടിപ്പിച്ചു. പരസ്പര ബഹുമാനം, പരസ്പര ആശങ്കകളോടുള്ള സംവേദനക്ഷമത, നമ്മുടെ മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധത എന്നിവയാൽ നയിക്കപ്പെടുന്ന നമ്മുടെ ബഹുമുഖ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ത്യയുമായി ക്രിയാത്മകമായി ഇടപഴകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും BNPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരിഖ് റഹ്മാൻ ആശംസകൾ നേർന്നു. പാർട്ടിയെ നിർണായകമായ ഒരു ജനവിധിയിലേക്ക് നയിച്ചതിന് പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ റഹ്മാനെ അഭിനന്ദിച്ചു. ബംഗ്ലാദേശിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BNPയെ നിർണായക വിജയത്തിലേക്ക് നയിച്ചതിന് താരിഖ് റഹ്മാനിന്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ. ഈ വിജയം ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നു. ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ബംഗ്ലാദേശിനെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.